ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തംബ്നെയിൽ കണ്ടതുപോലെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ തൊട്ടുള്ള കാര്യങ്ങൾ എടുക്കാമെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു സൺഡേ ആയിരുന്നേ. സൺഡേ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നും സൺഡേ ആണ്. ഇന്നത്തെ വീഡിയോ അല്ല, ഒരു 1 വീക്ക് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയ പാട് തന്നെ ചിക്കനൊക്കെ നുറുക്കുവാണ്. അതായത് കുറച്ച് കുഞ്ഞു കുഞ്ഞു പീസാക്കത്തില്ലേ, കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. സവാള, അതുപോലെ തന്നെ നാരങ്ങ അല്ലാതെ മേടിച്ചതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും സാധനങ്ങളൊക്കെ. പിന്നെ സവാളയൊക്കെ കട്ട് ചെയ്തിവിടെ മാറ്റിയിട്ടുണ്ട്. തക്കാളി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണോന്ന് വെച്ചാൽ കുക്കിംഗ് വീഡിയോ ഫുള്ളായിട്ടൊന്നും ഇട്ടിട്ടില്ല. കുറേശ്ശെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ ദാണ്ട് ഇപ്പം ഈ ഒരു ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഇഞ്ചിയല്ല, ഇഞ്ചി പേസ്റ്റ് ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരമാണ് ഒരു കാര്യം ഓർത്തത്. കാരണം നമ്മുടെ വീട്ടിൽ ഇഞ്ചി പിടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ മുന്നേ നട്ടതാണ്. അപ്പോൾ അമ്മ കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അത് പറിച്ചെടുക്കണമെന്ന്. ഈ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം പോയി അത് പിച്ചിക്കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആദ്യം തന്നെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തത്. അത് ഒരുമിച്ച് പേസ്റ്റ് ആക്കി എടുത്തതാണ്. പിന്നെ അതിൻ്റെ അകത്തേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സവാളയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയില്ലേ, രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇതൊന്ന് റെഡിയാവുന്ന നേരം കൊണ്ടുപോയി പിച്ചിക്കൊണ്ടുവരാനും. പിന്നെ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചില സമയം ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്തിൽ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ എനിക്ക് ആഗ്രഹം തോന്നും കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ടും കുറച്ച് ഇതുപോലെ നമ്മൾ മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാവുന്ന നേരം കൊണ്ട് ഞങ്ങൾ വിചാരിച്ച് പുറത്ത് അത് പിച്ചിക്കൊണ്ടുവരാമെന്ന്. ഇല്ല, കുറവാണ്. കഴിഞ്ഞു. എനിക്കൊന്നടി അടിയിൽ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നീ അടി വരെ കൈയിടണം. മണക്ക് നെഞ്ചിന് ഇത് ഇഞ്ചിയാണോ? കൊറേ വർഷമായി തോന്നല്ലേ നമ്മളിവിടെ നട്ടിട്ട്? കൊറേ വർഷമായി. വർഷമല്ല, കുറെ മാസമായത്. എത്ര മാസം കറക്റ്റ് അറിയത്തില്ല. അതാ രാവിലെ നാരങ്ങ വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത ഇഞ്ചി വിളവെടുപ്പ്. കുറച്ചുണ്ടായി, ഇത്രയും കിട്ടി. അടുത്തത് അമ്മ അപ്പൊ ഇതിന് കിളിക്കൂലല്ലേ? കൊടയതങ്ങോട്ട് തറയിലോട്ടിട്ടു. അങ്ങനെ ഇഞ്ചി എല്ലാം നട്ട് ഇവിടെ നമ്മൾ പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രത്തോളം ആണ് കേട്ടോ കിട്ടിയത്. അതായത് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറേ ഉണ്ടായിരുന്നു. അതായത് ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ നല്ല വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും ഇഞ്ചിയൊക്കെ ഇവിടുന്ന് വിളവെടുക്കുന്നത്. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മ പറയുന്നത് കേട്ടു കുറച്ചും കൂടി നടണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ നട്ട് ഇങ്ങനെ വിളവെടുക്കുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു സമയത്ത് എനിക്ക് കൃഷി ഭയങ്കര പ്രാന്തായിരുന്നു. ഞാൻ കുറേ ഇതുപോലെയൊക്കെ നടുമായിരുന്നു. പിന്നെ അതിനോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോയി. അങ്ങനെ ദാണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകും. അവിടെ കുറേ സാധനങ്ങൾ റെഡിയാക്കാനായിട്ട് വെച്ചിരുന്നല്ലേ. എന്തായാലും തിരിച്ചു കയറി വന്നപ്പോഴത്തേക്ക് അത് റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ ഞാൻ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് പോയാൽ എനിക്ക് ചില സമയം പണി കിട്ടാറുണ്ട്. പ്രാവശ്യം കുഴപ്പമില്ല, അത് പാകത്തിനായി വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നേരെ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഓരോരോ റൂമായിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുമ്പോഴത്തേക്കാണ് കേട്ടോ ഇത്രമാത്രം പേപ്പർ ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. എല്ലാ റൂമിൽ നിന്നും കുറേ പേപ്പേഴ്സ് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇതിനു വേണ്ടി പേപ്പർ എവിടെ നിന്ന് വരുന്നതെന്ന് തന്നെ. അങ്ങനെ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി പോവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് പോകണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം തീടാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അമ്പലത്തിൽ പൂജ നടക്കുന്നതാട്ടോ കാണിച്ചത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അമ്പലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ പിന്നെ നേരെ വന്നു കുളിച്ച് ഫ്രഷായി സ്കിൻ കെയർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് എന്നത്തെ വീഡിയോ എന്നുള്ളത്. അന്നത്തെ ദിവസത്തെ വീഡിയോ തന്നെയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തിടാനായിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. അങ്ങനെ നേരെ വന്ന് സ്കിൻ കെയർ ചെയ്തു. അധികം ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും അല്ല, ചെറുതായിട്ടൊരു സ്കിൻ കെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ രണ്ട് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
വെറുതെ ഒരുപാടിട്ട് ലാഗ് അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ആയിട്ട് എടുത്തത്. ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് കുറേ കാര്യങ്ങൾ എടുത്തു വെക്കും. പിന്നെ ചിലപ്പോൾ ഉച്ചക്കലത്തെ കാര്യം വിട്ടും, ചില ദിവസങ്ങളിൽ വൈകുന്നേരത്തെ കാര്യങ്ങൾ വിട്ടും, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് ഫുൾ അത് കംപ്ലീറ്റ് ആവാത്തത്. ഇന്നെന്തായാലും കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് പറയാമേ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ, ഇനി എനിക്ക് ചെറിയൊരു വർക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോഴിനി അത് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഞാൻ പിന്നെ വേറെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ടാറ്റാ.